നമസ്കാരം. നാടിന്റെ നാവും നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർത്തവം. ഇന്ന് നമ്മൾ കൊടുക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത ശാസ്ത്രോത്സവത്തെക്കുറിച്ചുള്ള കുട്ടികളുടെ, അതായത് പൊതുവിദ്യാലയത്തിലെ കുട്ടികൾക്ക് മാത്രം കിട്ടുന്ന ഒരു വലിയ അസുലഭ അവസരമാണ്. അത് 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അവരുടെ ശാസ്ത്ര അഭിരുചികൾ പരിശോധിക്കാനുള്ള ഓരോ വർഷവും കിട്ടുന്ന ഒരു വലിയ അവസരമാണിത്. അത് സ്കൂൾ തലത്തിൽ, ഉപജില്ലാ തലത്തിൽ, ജില്ലാ തലത്തിൽ, സംസ്ഥാന തലത്തിൽ. എനിക്ക് തോന്നുന്നു മറ്റ് സ്ഥാപനങ്ങളിലൊന്നും മറ്റ് സിലബസുകളിലൊന്നും ഇല്ലാത്ത ഒരു വലിയ കാര്യം. കുറേയധികം കുട്ടികൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. കുറേയധികം അധ്യാപകരും രക്ഷിതാക്കളും അതിനോടൊപ്പം ചേരുന്നു. ഒരു നല്ല കാര്യം. കുണ്ട്ര ഉപജില്ല ശാസ്ത്രമേളയിലെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്ക് എപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. ലൈല ക്രിയേഷൻസിൻ്റെ ബാനറിൽ പുറത്തിറങ്ങിയ ഭാവം രൗദ്രം എന്ന ഷോർട്ട് ഫിലിം ഞാൻ കഴിഞ്ഞ ദിവസമാണ് യൂട്യൂബിൽ കണ്ടത്. എനിക്ക് ആ സിനിമ വളരെ ഇഷ്ടപ്പെട്ടു. മഴയാണ് അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം. മഴയെ പ്രണയിക്കുന്ന, മഴയുടെ ലാസ്യഭാവത്തെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്ന ഒരു എഴുത്തുകാരിയാണ് മറ്റൊരു കഥാപാത്രം. പ്രകൃതിയും കാറ്റും ഇതിലെ കഥാപാത്രങ്ങളാണ്. പിന്നെയും കഥാപാത്രങ്ങളുണ്ട്. ഒരു മഴയുള്ള ദിവസം, മഴ തുടരെ പെയ്തുകൊണ്ടിരിക്കുന്ന ദിവസം, മഴയുടെ ഭാവമാറ്റങ്ങളെ സ്വന്തം കഥയിലേക്ക് ആവാഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരിയാണ് നമ്മൾ സിനിമയിൽ ആദ്യം കാണുന്നത്. എഴുത്തുകാരി തൻ്റെ പുതിയ കഥയ്ക്ക് കൊടുത്ത പേര് ഭാവം ലാസ്യം എന്നാണ്. കാരണം മഴയുടെ ലാസ്യഭാവം അവൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നു. മഴയുടെ പ്രണയഭാവം ഇഷ്ടപ്പെട്ടിരുന്നു. മഴയുടെ കാമുകനെ കൂടുതലായി ഹൃദയത്തിൽ ചേർത്ത് വെച്ചു. ആ എഴുത്തുകാരുടെ മനസ്സിൽ മഴ എന്ന് പറയുന്ന പ്രണയമായിരുന്നു, മഴ എന്ന് പറയുന്ന നന്മയായിരുന്നു. ആ നന്മയെക്കുറിച്ചാണ് അവർ ആ കഥയിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എഴുത്തുകാരിയുടെ പിതാവ് ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ, കഴിഞ്ഞകാല സംഭവങ്ങൾ, തുടരെയുള്ള മഴ മൂലം പട്ടിണിയായിപ്പോയ വീട്ടിലെ വീട്ടമ്മ യുടെ സങ്കടം, അതുപോലെ തന്നെ ആ ദിവസമുണ്ടായ ഒരു മഹാദുരന്തം, അത് ഉരുൾപൊട്ടലായിരുന്നു. വാർത്താമാധ്യമങ്ങൾ അറിയുമ്പോൾ എഴുത്തുകാരിക്കുണ്ടാകുന്ന മാനസിക വ്യതിയാനം, ഒട്ടേറെ പേരുടെ മരണവും നാശനഷ്ടങ്ങളും, ഭൂമിയുടെ അപ്രത്യക്ഷമാകലും ജന്തുക്കളുടെ അപ്രത്യക്ഷമാകലുമൊക്കെ, പ്രകൃതിയുടെ ആ ക്രൂരതയൊക്കെ എഴുത്തുകാരിയുടെ മനസ്സിനെ സ്വാധീനിക്കുകയും എഴുത്തുകാരി തൻ്റെ കഥയുടെ പേര് മാറ്റുന്നു, കഥ തന്നെ മാറ്റുന്നു. കഥയുടെ പേര് ഭാവം ലാസ്യം എന്നതിൽ നിന്ന് ഭാവം രൗദ്രം എന്നാക്കി മാറ്റുന്നു. ഇതാണ് കഥയുടെ സാരം. ഇത് മഴയെ എല്ലാ രീതിയിലും, മഴയുടെ വിവിധ ഭാഗങ്ങൾ, ജീവനുള്ള ഒരു കഥാപാത്രത്തെ എങ്ങനെയാണോ ഒരു ചലച്ചിത്രകാരൻ വിവിധ ഭാഗങ്ങൾ ഒപ്പിയെടുക്കുന്നത്, അതുപോലെ മഴയുടെ വിവിധ ഭാഗങ്ങളെ സന്നിവേശിപ്പിച്ചാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. അത് നമ്മളെ കാഴ്ചക്കാർക്ക്, പ്രേക്ഷകർക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ്. മറ്റൊന്ന്, ഈ സിനിമ നമുക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. നമ്മുടെ എഴുത്തുകാർ അവരുടെ എഴുത്തിൽ നന്മകൾ മാത്രം കണ്ടാൽ പോരാ, അല്ലെങ്കിൽ സങ്കല്പത്തിൽ നിന്ന് മാത്രം എഴുതിയാൽ പോരാ. പകരം ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ കൂടി പഠിച്ചു വേണം കഥകളും
ഇതര സാഹിത്യങ്ങളും സംഭാവന ചെയ്യുവാൻ എന്ന ഒരു സന്ദേശം കൂടി ഈ ചിത്രം നമുക്ക് നൽകുന്നുണ്ട്. തീർച്ചയായും നല്ലൊരു സിനിമയാണ്, സാങ്കേതിക മികവുള്ള സിനിമയാണ്. നിങ്ങളൊക്കെ കാണണം എന്നാണ് എൻ്റെ താല്പര്യം. ഈ സിനിമയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും ഞാനും നേരുന്നു. നന്ദി, നമസ്കാരം. ശാസ്ത്രോത്സവങ്ങൾ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് സ്വന്തം. PC വിശ്വനാഥ് MLA. ശാസ്ത്ര അഭിരുചികളുടെ മാറ്റുരയ്ക്കുന്ന ശാസ്ത്രോത്സവങ്ങൾ പങ്കെടുക്കാനും അതുവഴി തങ്ങളുടെ പ്രത്യേക കഴിവുകൾ വികസിപ്പിക്കാനുമുള്ള അവസരം പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് മാത്രമുള്ളതാണെന്ന് PC വിശ്വനാഥ് MLA കുണ്ടറ ഉപജില്ല സ്കൂൾ ശാസ്ത്രോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇളമ്പള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് SD അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. AEO B ശശിധരൻപിള്ള, G സുശീല, സൈഫുദ്ദീൻ, സജി വർഗീസ്, ഫിലിപ്പ് M ഏലിയാസ്, S ശ്രീദേവി, ജെയ്സൺ തോമസ്, VK ബിനു, ആശ കൊച്ചയ്യം, P ജോൺസൺ, D ഗീത എന്നിവർ സംസാരിച്ചു. സ്കൂൾ കലോത്സവങ്ങളുണ്ട്, അതുപോലെ കായിക മേളകളുണ്ട്. ഈ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കാൻ അവസരം കിട്ടാത്ത കുട്ടികളുടെ ഏറ്റവും വലിയ നഷ്ടം ഇതൊക്കെയാണ്. ആ കുട്ടികൾക്ക് ഈ അനുഭവങ്ങളൊന്നുമില്ല. അവർ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ അവരൊരു ശാസ്ത്രമേളയിൽ പോയ ഒരു അനുഭവമില്ല. അവർക്ക് ഒരു സ്കൂൾ കലോത്സവത്തിൽ ഇവിടുത്തെ കുട്ടികൾ പങ്കെടുക്കുന്നത് പോലെ ഉപജില്ലാ കലോത്സവത്തിലോ ജില്ലാ കലോത്സവത്തിലോ ഒന്നും പങ്കെടുക്കാനുള്ള ഒരു അനുഭവമില്ല. കായിക മേളകൾ ഇതുപോലെ സംഘടിപ്പിക്കുന്നതിൽ പങ്കെടുക്കാനുള്ള ഒരു അനുഭവം അവർക്കില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ പൊതുവിദ്യാലയങ്ങളിൽ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ലഭിക്കുന്ന വലിയ അവസരങ്ങളാണ് ഇത്തരം മേളകൾ. അതുവഴി ഒരുപാട് ശാസ്ത്ര പ്രതിഭകളെ നമുക്ക് കണ്ടെടുക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ കഴിയുന്നുണ്ട്. ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിലേക്കൊന്നും കടക്കുന്നില്ല. ഇന്നിപ്പോൾ ഇത് ഔപചാരികമായ ഒരു ചടങ്ങ് നിലവിളക്ക് കൊളുത്തി നിർവഹിച്ച് ഉദ്ഘാടനം ചെയ്യുക എന്ന മഴ എന്ന് പറഞ്ഞ് ഞാൻ ആലോചിച്ചിട്ടുള്ള കാര്യമാണ്. മഴയെക്കുറിച്ച് ഒരുപാട് പാട്ടുകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. സിനിമയിൽ തന്നെ ഒരുപാട് പാട്ടുകളുണ്ട്. പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ എന്ന് പറഞ്ഞ പാട്ടുണ്ട്. അല്ല, വേറൊരു പാട്ടുണ്ട്. മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം തൊടിയിലെ തൈമാവിൻ ചോട്ടിൽ ഒരു കൊച്ചു കാറ്റേറ്റു വീണ തേന്മാമ്പഴം ഒരുമിച്ചു പങ്കിട്ട കാലം, ഒരുമിച്ചു പങ്കിട്ട ബാല്യകാലം. എൻ്റെ കൊച്ചുനാളിലൊക്കെ എഴുന്നേറ്റ രാവിലെ നേരെ ഈ നാട്ട് മാങ്ങ വീഴുന്ന മാവിൻ്റെ ചോട്ടിലേക്ക് ഓടിപ്പോയി മാങ്ങ വറക്കിയെടുത്ത് അപ്പം തന്നെ കഴിക്കുന്നുണ്ട്. പലപ്പോഴും അടി കിട്ടിയിട്ടുണ്ട്, പല്ല് തേക്കാതെ പിന്നെ മാങ്ങ കഴിച്ചതിന്. പക്ഷെ എന്നാലും പിന്നെയും പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ മഴയെക്കുറിച്ചല്ല. കാവാലൻ സാറ് കുമ്മാട്ടി എന്ന് പറഞ്ഞ കൊച്ചുങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സിനിമ ഉണ്ട്. അതിനൊരു കൊല്ലം കണക്ഷൻ ഉണ്ട്. അച്ചാണി രവി മുതലാളിയാണ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലയോ തുളസിണ്ട? അത് അരവിന്ദൻ സംവിധാനം ചെയ്തതാണ്. അതിൽ കാവാലം ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ മഴയെക്കുറിച്ചാണ്. മഴ എന്നൊരു വാക്കതിലില്ല. പാട്ട് മഴയെക്കുറിച്ചാണ്, പക്ഷേ മഴ എന്ന് പറയാതെ മഴയെക്കുറിച്ചൊരു പാട്ടാണ്. അപ്പം അതുകൊണ്ടാണ് എനിക്ക് ആ പാട്ട് ഇഷ്ടമായത്. കറുകറക്കാർ മുകിൽ കുമ്പനാന പുറത്തേറിയെഴുന്നള്ളും മൂർത്തേ, കറുകറക്കാർ മുകിൽ കൊമ്പനാന പുറത്തേറി എഴുന്നള്ളും മൂർത്തേ, ജിഗി ജിഗി തക്കം തെയ് തെയ്, ജിഗി ജിഗി തക്കം തെയ് തെയ്, ജിഗി ജിഗി തക്കം തെയ്, ജിഗി ജിഗി തക്കം തെയ്, ജിഗി ജിഗി തക്കം തെയ്. കാർമുകിൽ കൊമ്പനാനപ്പുറത്ത് ഏറി വരുന്ന മൂർത്തിയായിട്ട് മഴയെ സങ്കല്പിക്കുന്ന ഒരു മഴപ്പാട്ട്. നന്ദി, നമസ്കാരം.
This year, once again, Venus College has created history. We are proud to announce an extraordinary achievement. 344 students scored full A+ across Kerala. Out of them, 267 are from class 10 and 77 are from plus 2. Venus continues to hold the title of Kerala's #1 result-producing tuition center. We offer focused career guidance sessions that shape aspirations into clear goals. For science aspirants, we provide expert entrance coaching, and for commerce and humanities students, we provide civil service coaching that builds a strong foundation for the future. Our specially designed 100+ A+ coaching programs and the signature WinMaths coaching programs ensure every student not only learns but thrives. Want to speak with confidence? Enroll in our special spoken English classes. New batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity, and character through arts festival, sports meets, science fairs, study tours, variety exams, and mock tests. Every student finds their spark. With branches strategically located at Kundara, Elamballur, Kudimudikadu, and Chuvallur, Venus is more than just an institution. It is a growing network of excellence accessible to every aspiring students. Admissions are open now. Seats are limited and filling fast. Enroll today and be the part of the legacy of excellence. നാട്ടുവട്ട വാർത്തകൾ എന്നിവിടെ സമാപിക്കുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ പുറത്തിറങ്ങിയിട്ടുള്ള 22 ഹ്രസ്വചിത്രങ്ങൾ യൂട്യൂബിൽ ലഭ്യമാണ്. 6 മുതൽ നീതി വരെയുള്ള സിനിമകളാണത്. വ്യത്യസ്ത പ്രമേയങ്ങൾ, വ്യത്യസ്ത രീതികൾ, വ്യത്യസ്ത കഥാപാത്രങ്ങൾ. ഈ സിനിമകളെല്ലാം നിങ്ങൾക്ക് അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധത ഈ സിനിമയുടെ ഓരോ കഥാപാത്രത്തിൽ നിന്നും നിങ്ങൾക്ക് വായിച്ചെടുക്കാം. നിങ്ങളും ഇതിലൊരു കഥാപാത്രം ആയിട്ടുണ്ടാകാം. ഇതിലൊരു കഥാപാത്രത്തോട് നിങ്ങൾക്ക് സാമ്യം തോന്നാം. അതുകൊണ്ട് തന്നെ ഈ കൊച്ചു ചിത്രങ്ങൾ 4 മിനിറ്റ് മുതൽ 32 മിനിറ്റ് വരെയുള്ള ചിത്രങ്ങളുണ്ട് ഇതിൽ. നിങ്ങൾ ആ സിനിമകളൊക്കെ ഒന്ന് കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സ്നേഹത്തോടെ നാളെ വീണ്ടും രാത്രിയിൽ പരസ്പരം നമുക്ക് കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം, ആദരം.